ഓക്കെ. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ സൂപ്പർ കെൽസിലാം ഫാർമസി എന്ന് പറഞ്ഞൊരു ഫാർമസിയിലാണ് അത് മീറ്റാക്കാം. ഞാൻ അഡ്മിൻ, ഇവള് ഫാർമസിസ്റ്റ്. ഞാൻ എൻ്റെ ഒരു ഫാർമസിസ്റ്റാണ്. പക്ഷെ ഞാൻ പോവട്ടോ. അപ്പം നമ്മളെൻ്റെ ഒരു വർക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് ഞാൻ ഈ മന്ത് 1 year ആയി വർക്ക് ചെയ്തിട്ട്. 22 ഇപ്പം ഹർസാന ബോൺ ആൻഡ് ബോട്ടപ്പ് ഇത് മാംഗ്ലൂരാണ്, കർണാടകയാണ്. അപ്പം നമ്മൾ ചുമ്മാ ബോറടിച്ചിരുന്നപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാ. പിന്നെ നമുക്ക് ഇന്നെന്തെങ്കിലും സംസാരിക്കുന്നത്, നമ്മുടെ ജ്യൂസ് ഓർഡർ ചെയ്തു. ഒരു പണിയില്ല ഇവിടെ. പക്ഷെ നല്ലതാണ്. നമുക്ക് എന്താ പറയാ, നമുക്ക് ഇന്റർവ്യൂ കണ്ടപ്പോ എന്താ കൊളീഗിന്റെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ലൈഫും പിന്നെ വുമണ് എന്തുവാ അതന്നെ വുമൺ ഫുഡ് സംസാരിക്കാം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. നീ എവിടെ പഠിച്ച? ഹായ്, എൻ്റെ പേര് സോനിയ. ഇത് ഹർസാന കലന്തർ ബഷീർ. ഹർസാന ബഷീർ. ഹർസാന അബ്ദുൽ ഖാദർ ബഷീർ. ഓക്കെ, നമുക്കിന്ന് റാൻഡം ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാം. സ്റ്റഡീസ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഫാർമസി ഗ്രാജുവേറ്റ്സ് ആണ്. ഞാൻ നാട്ടിൽ പഠിച്ച, ഞാൻ KHS പഠിച്ച, മീൻസ് കേരള യൂണിവേഴ്സിറ്റിയാണ് പഠിച്ച. കോളേജിൻ്റെ പേര് എലിംസ് കോളേജ് ഓഫ് ഫാർമസി. ഞാൻ രാജീവ് ശ്രീനിവാസ് കോളേജ് ഓഫ് ഫാർമസി. യൂണിവേഴ്സിറ്റി RGHS ആണ്, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ക്രേസി പാട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ കോളേജിൽ നമുക്ക് പ്രൊമോഷൻ കാഴ്ച തന്നില്ല. പിന്നെ എന്താ പറയാനുള്ളത്, നമുക്ക് മോറോവർ എങ്ങനെയുണ്ട് UAE ലൈഫ്? നല്ലതാ. നാട്ടിലേക്കാളും കപ്പിളായിട്ട് താമസിക്കുമ്പോൾ ഈ സമ്മർ ഭയങ്കര ചൂടാ, പക്ഷെ മോറോവറൊക്കെ നല്ലതാ. UAE വന്നിട്ട് നമുക്ക് പോസിറ്റീവായിട്ടാണ് ഫുൾ. മോറോവർ നല്ല പോസിറ്റീവായിട്ടാണ്. നാട്ടിലിപ്പോൾ നമ്മൾക്ക് ഇപ്പം റാൻഡംലി നിൽക്കുകയാണെങ്കിൽ അതിനേക്കാളും നമുക്ക് കപ്പിൾസായിട്ട് മാത്രം നോക്കിയാൽ മതി. പക്ഷെ പീസ്ഫുൾ ആണ് മോറോവർ. UAE പീസ്ഫുൾ ആണ്. മേജർ പാർട്ട് മിസ്സിംഗ് ഫാമിലി ഫങ്ഷൻസ് ഒക്കെ, ഫാമിലിയും എല്ലാവരും മിസ്സിംഗ് ആണ്. പറഞ്ഞ ഇറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ UAE നമുക്ക് ഒരു ഇപ്പം എനിക്ക് UAE ഭയങ്കര, പണ്ട് എനിക്ക് ഭയങ്കര ഹോംസിക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ UAE റാൻഡംലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇവിടെ വന്നത് കൊണ്ട് ലൈഫിൽ കുറേ കാര്യങ്ങൾ ചേഞ്ചസ് വന്നു. പിന്നെ എന്തിനാ സംസാരിക്കാം, നമുക്ക് ജ്യൂസ് കുടിക്കണം. ഞാൻ എനിക്കറിയില്ല കേട്ടോ ജ്യൂസിന്റെ പേര്. ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സ് ബ്ലെൻഡും ഒരു ഐസ്ക്രീം ഒക്കെ എനിക്ക് അത്ര മഹാരാജ എന്താടാ എന്തോ പറഞ്ഞു. ടേസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ലൈഫ് ഇങ്ങനെ പോകണം. മാരേജിനെ കുറിച്ച് എന്താ പറയാനുള്ള? മാരേജ് ലൈഫ് ഗുഡ് ലൈഫ്. മീ ടു. നമ്മുടെ പിന്നെ ഒന്നുമില്ല. ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ വരാം. ഓക്കെ, നമുക്ക് റാൻഡം ക്വസ്റ്റ്യൻസ് നോക്കിയല്ലോ ഗൂഗിളിൽ. അപ്പം നമ്മൾ ചുമ്മാ ബോറടിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം നമ്മളെന്ത് ചെയ്തു, പണിയൊന്നുമില്ല. നമ്മളെന്ത് പണിക്ക് കുറച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് പോഡ്കാസ്റ്റ് മാതിരി നമ്മൾക്ക് ഈ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് റാൻഡം കുറിച്ച് എൻ്റെ കോൺസെപ്റ്റില് ഞാൻ എന്ന് പറയുന്നത് വളരെ എക്സ്പ്രസീവ് ആയിട്ടൊരാളാണ്. പക്ഷെ എപ്പോഴും ഓവർ ഷെയറിങ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഓൾറെഡി കേട്ടുള്ള കാര്യമാണ് ഇപ്പം എന്താണ് പറയണത്. പക്ഷെ നമ്മൾ എന്താ പറയുക, തുടക്കത്തിലല്ല, പിന്നെ പയ്യെ നമ്മൾ മാക്സിമം എന്താ പറയുക, നമ്മുടെ വർക്കും ഫാമിലി ആയിട്ട് റിലേറ്റ് ബോറടിക്കാൻ അപ്പോൾ ബോറടിക്കാൻ തോന്നും. പക്ഷെ നമ്മളത് എന്താ പറയുക,
അതിന് ലിമിറ്റ് വെക്കാൻ നോക്കണം. നമ്മൾ വിചാരിക്കാൻ നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റത്തില്ല, ബൗണ്ടറീസ് നമുക്ക്. പക്ഷെ വർക്കിലെ കാര്യങ്ങൾ നമ്മളിത് ഇപ്പം റാൻഡംലി നമ്മുടെ ഒരു വർക്കിന്റെ സമയത്ത് ഒരു ഇഷ്യൂ വന്നിട്ട് ഇവൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ്റെ ഫുൾ ഡേ പോയി. പുള്ളിക്കാരൻ്റെ ഫുൾ ഡേ പോകുമ്പോൾ ആ ഫാമിലിയുടെ ഹസ്ബൻഡിൻ്റെയും അവരുടെ മൈൻഡ് ഔട്ടാവും. അപ്പോൾ മാക്സിമം അത് ഇത്തിരി കൂടി നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വേണം. എന്ത് ഇമോഷണൽ നമ്മൾ വീക്ക് ഓഫില് വർക്ക് പ്രഷർ എടുക്കാൻ പാടില്ല. നമുക്ക് ആര് വിളിച്ചാലും ഇറ്റ്സ് ആർ ഓഫ് ഡേ, നമുക്ക് കോളൊക്കെ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേടാ, എനിക്കങ്ങനെ തോന്നി. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള പിന്നെ നമുക്ക് വർക്ക് ബാലൻസിൽ ഗ്രോത്ത് വരാം, അല്ലെങ്കിൽ വർക്കിൽ ഗ്രോത്ത് വരാം. നമുക്ക് ഏത് എന്താ പറയുക ഹാബിറ്റ് ആണ് നമുക്ക് ഏറ്റവും നല്ലത്? നമുക്ക് ഫോർ എ ഗ്രോത്ത് ഒരു എന്താ സിംഗിൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇതാണ്, അതായത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും കൺസിസ്റ്റൻസി ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനൊരു ഡെയിലി നമ്മളത് ചെയ്യണം. ഇപ്പൊ വർക്കിലാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പം ഫാർമസി ഫീൽഡിലാണ്, അപ്പൊ ഫാർമസി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്തല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ കീപ്പ് ഓൺ ചെയ്യാം എന്താണെങ്കിലും അപ്ഡേറ്റ് ആണെങ്കിൽ. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് UAE എന്നല്ല, ഏത് സ്ഥലത്ത് പോയാലും എന്താ പറയാ നമ്മളിങ്ങനെ എന്താ പറയാ ഫുള്ളി അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾ കുറച്ച് നാള് അവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. നമ്മള് ഇപ്പൊ ഹർസാന ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് പോവാണെങ്കിലും അതായത് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ സ്ഥലത്തിന്റെ നമ്മള് ഓൾമോസ്റ്റ് 1 year ആയി നമ്മള് വർക്ക് ആക്കി തുടങ്ങിയിട്ട്. നമ്മളുടെ ഒരുമിച്ച് വർക്കിട്ട് 11 months ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ സ്റ്റേബിൾ ആണ്, നമുക്ക് അധികം പണിയൊന്നുമില്ല, സാലറി കുറവാണെങ്കിലും ഇവിടെ നല്ല ഞാൻ ഇത് മോശമാക്കി പറയല്ല, നമ്മള് ഇവിടെ നല്ല ഏത് സ്ഥലത്താണെങ്കിലും നമ്മള് കീപ്പ് ഓൺ നമ്മൾ ഗ്രോ ചെയ്യണം, നമ്മള് കരിയർ ഗ്രോ ചെയ്യണം. പ്ലസ് ഫാമിലി കരിയർ ഗ്രോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാമിലിയും അതിനനുസരിച്ച് ഇത്തിരി കൂടി സ്റ്റേബിൾ ആയിരിക്കും. നമ്മള് ഓൾറൗണ്ട് നമ്മളൊരു ഗ്രോത്ത് വരും. കാരണം ഇതെല്ലാം നമ്മുടെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു എന്തൊക്കെ പറയുന്നത്, ബിക്കോസ് റാൻഡം റിയൽ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് മെന്റലി നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ അത് വർക്ക് പ്ലേസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആ ഗ്രോത്ത് അവിടെ കാണും. അപ്പോൾ വൺസ് സെൽഫ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ ആയി അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ആക്കാണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മാറുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് മലയാളീസ് നല്ല പൊതുവെ ഇന്ത്യക്കാരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആജീവനാന്തകാലം വരാവും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും ഇതാക്കരുത്. ഗ്രോത്ത് ഉണ്ടാകത്തില്ല. മെന്റലി നമ്മൾ പുതിയ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് കാര്യങ്ങൾ പഠിക്കാനും ഇത് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാരേജ് കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേർക്ക് നമ്മൾ കരിയറിന് നമ്മൾ ഡ്രോപ്പ് ഔട്ടൊക്കെ വിടാം. നമ്മള് എന്താ പറയാ കുറച്ച് പേരാണ് വർക്ക് ചെയ്യാൻ പോകത്തുള്ളൂ. പിന്നെ നമ്മള് പിള്ളേരായാലും ഇതാക്കിയാണെങ്കിലും പക്ഷെ അങ്ങനെയല്ല, രണ്ടും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡിപെൻഡൻസ് എങ്ങനെ നീ പറ, അതെങ്ങനെയാ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ വർക്ക് ലൈഫ് കിടക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള സാലറി കിട്ടുമ്പോൾ വ്യത്യാസം എന്താണ്? സാറ്റിസ്ഫാക്ഷൻ വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഏൺ ചെയ്തൊരു ഫീലാണ്. അതുപോലെ തന്നെ നമ്മൾ യു എ എന്നല്ല ഈ സ്ഥലത്താണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ വൈഫ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു എന്താ പറയുക സെക്കൻഡ് ഓപ്ഷൻ പോലെയാണ് വൈഫ് ജോലിക്ക് പോണ കാര്യം. എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ നോക്കണം. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? എന്താ പറയാ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. എനിവേ നിങ്ങള് ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ലൈഫ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ലൈഫ്. നമ്മൾ ഫുൾ നെഗറ്റീവ് പറഞ്ഞ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് വരും. അത് എന്താ പറയാ ബി പോസിറ്റീവ് ആയിട്ടിരിക്കുക.
ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്താ പറയാ എല്ലാം വിചാരിക്കുന്ന പോലെ നടന്നിട്ടില്ലെങ്കിൽ Maybe the delay is good for everything happen for reason. Everything it's a famous dialogue of her. I feel so what whenever ഞാൻ ഡൗൺ ആയിട്ടുണ്ടാകുമ്പോ ഇവളുടെ ഒരു ഡയലോഗ് അത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ദൈവം അത്ര പൊട്ടിയൊന്നുമല്ലല്ലോ, അപ്പോ ടൈം ആകുമ്പോ ദൈവം തരും നമുക്ക്. അപ്പൊ അതല്ലാതെ അത് എന്താ പറയാ, പിന്നെ നമ്മൾക്കും ഹോപ്പിട്ട് ആവശ്യമില്ല. കാരണം നമ്മള് എന്താ പറയാ, നമ്മള് നെഗറ്റീവ് ലോ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ നമുക്കിതൊന്നും അറിയില്ല ഏതാണ് ശരി ഏതാണ് പൊട്ട, ഈവിളായി നെഗറ്റീവ് എനർജി ഇതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ മോർ ഓവർ നമ്മൾ ചെയ്യുന്നത് ട്രൂ ടു യുവർ സെൽഫ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവ് വരും. ലേറ്റ് ആവും, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയാലും അത് ലേറ്റസ്റ്റ് ആണെങ്കിലും ലേറ്റ് ആണെങ്കിലും നല്ലതായിട്ടേ വരത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിന് ടൈം കൊടുക്കണം. എനിക്ക് ഞാൻ അത് എന്നോട് തന്നെ പറയാണത്. പിന്നെ എന്താ നമുക്ക് പറയാനുള്ളത് വർക്ക് ലൈഫിനെ കുറിച്ച്? വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പഠിക്കണം, അതാണ് മെയിൻ ആയിട്ട് കാര്യം. അതായത് നമ്മള് ജോലിക്ക് പോകുന്നുണ്ട് എന്ന് എന്താ പറയാ, വീടിന്റെ കാര്യം തരുന്നുണ്ട്. ഞാനിപ്പം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് വിളിക്കാൻ. വീട്ടുകാർക്ക് അറിയത്തില്ല, പിന്നെ നമ്മൾ ചൂടാവേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും എന്താ പറയാ, എൻ്റെ വീട്ടിലാണെങ്കിലും നമ്മൾ ഫുൾ ഡ്രെയിൻ ഔട്ട് ആയിട്ടായിരിക്കും വീട്ടിലിരിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ അവർക്ക് സമയം കൊടുക്കാറുണ്ട്. വിളിച്ചാലും നമുക്ക് ചിലപ്പോൾ നല്ല മൂഡ് ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മള് അവരോട് ദേഷ്യപ്പെടുന്നു വേണ്ട. ഇപ്പൊ ഞാനിപ്പം വർക്കിലായിരിക്കുമ്പോഴേക്കായിരിക്കും എൻ്റെ അമ്മ എന്താ പറയുക നാട്ടിൽ നിന്നൊക്കെ വിളിക്കുക. അപ്പം ഞാൻ ഫുൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫുൾ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ സിസ്റ്റർ വിളിക്കുക. മാക്സിമം അവർക്ക് സമയം കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കസിൻസ് ആണെങ്കിലും എല്ലാവരുടെ അടുത്താണെങ്കിലും എന്താ പറയാ, ബി ഇൻ ടച്ച്. അതായത് നമ്മളിപ്പോ റാൻഡംലി ഒരു മെസ്സേജ് ആവുക. പിന്നെ നമുക്ക് റാൻഡംലി ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ഒരു ചേച്ചൻ്റെ അവിടെ എന്താ പറയാ ഒരു ആന്റി നമ്മുടെ നൈബറാണ്, നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴാണ് പുള്ളിക്കാരൻ പള്ളിച്ച് കാണാൻ അമ്മ പരിചയപ്പെടുത്തുക. ആ പുള്ളിക്കാരൻ ഇന്നും എനിക്ക് ഗുഡ് മോർണിംഗ് അയക്കും. അപ്പൊ എനിക്കറിയില്ല ഇത്ര കാര്യം കാണുന്ന എനിക്കല്ല എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളു എനിക്ക്. പക്ഷെ ക്രേസി പാട്ട് എന്ന് പറയുന്നത് കുറേ മാസങ്ങള് ഡെയിലി ഗുഡ് മോർണിംഗ് അയക്കുമ്പോ ആദ്യം നമുക്ക് തോന്നും പുള്ളിക്കാരി ഇങ്ങനെ പിന്നെ അല്ലെങ്കിൽ ആ ഗുഡ് മോർണിംഗ് അതന്നെ അയച്ചില്ലെങ്കിൽ റാൻഡം. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുമ്പോഴേ നമുക്കിപ്പോ നാട്ടില് ഇപ്പൊ നമുക്ക് ഒരു നമ്മുടെ പറയാ നോർമലി നമ്മള് മെസ്സേജ് ഒന്നും അയക്കാറില്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം കസിൻസ് തന്നെ എന്താ പറയാ റാൻഡംലി. അപ്പൊ ഞാൻ എൻ്റെ ആന്റിമാർക്കൊക്കെ മീൻസ് എൻ്റെ അമ്മയുടെ വീട്ടിലെ ആന്റിമാർക്കും ഇപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ അയക്കാറുണ്ട്. പക്ഷെ എന്താ പറയാ നമ്മളിങ്ങനെ അയക്കുന്ന മെസ്സേജ് ആയിരിക്കും അവർക്ക് നല്ലതായിട്ട് വരാം. സോ ഇപ്പൊ കീപ് ഇൻ ടച്ച് വിത്ത് എവരി വൺ. നമുക്ക് എന്ത് കരുതി നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിലും റാൻഡംലി കൊടുക്കുന്ന മെസ്സേജ് വളരെ അവർക്ക് ഭയങ്കര ഇറ്റ് മീൻസ് എ ലോട്ട്. സോ അങ്ങനെ എത്ര തിരക്കാണെങ്കിലും വീട്ടിൽ വിളിക്കുമ്പോൾ ഒക്കെ ടൈം എടുക്കുക. അത് ഞാൻ എന്നോടും പറയാം, നിങ്ങളുടെ അടുത്തും പറയാനും. പിന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രയർ എന്താടാ? ഇമ്പോസിബിൾ ആയിട്ടുള്ളതിന്റെ പോസിബിൾ ആക്കാൻ കപ്പാസിറ്റി ഉണ്ട് പ്രയർ. സോ അതിന് ആ പ്രയർ പ്രയറിന് നമ്മൾ സമയം കണ്ടെത്തണം. നല്ലതാ, ഇറ്റ് മസ്റ്റ്. ഓക്കെ, ബാലൻസിങ് വർക്കിൽ പറയുമ്പം ഒന്ന് ഫാമിലി ആയിട്ടുള്ള ടൈം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയാ, എന്നും ചെയ്തില്ലെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് ഒരു 2-3 ദിവസം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഒരു 4ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഏത് ഹാബിറ്റ് ആണെങ്കിലും അത് ഞാൻ റാൻഡംലി ഇവിടെ കേട്ട് വായിച്ചു തന്ന സംഭവമാണ്. അതായത് ഫസ്റ്റ് ഡേ ഇതിന് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, സെക്കൻഡ് ഡേ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, തേർഡ് ഡേയും ഡിഫിക്കൽട്ടാവും, ഫോർത്ത് ഡേ എന്ന് പറയുമ്പം അൺഎക്സ്പെക്റ്റഡ്ലി അത് എന്താ പറയുക നമ്മുടെ ബോഡിക്ക് അത് യൂസ്ഡായി തുടങ്ങും. ഈവൻ ദോ നമ്മൾ ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ ഏതൊരു കാര്യം നമുക്ക് ഈസിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ പുതിയ കാര്യം പഠിക്കാമെന്നാണെങ്കിൽ എന്താ പറയുക ഓൾവേസ് അതിനൊരു ഈഗർനെസ് നമ്മൾ കൊണ്ടുവരണം. അതായത് എപ്പോഴും ഒരു എംപ്റ്റി കപ്പായിരിക്കണം. നമ്മൾ എംപ്റ്റി കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞിരിക്കും, നമുക്ക് ഒന്നും അറിയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഒന്നും അറിയത്തില്ല. എല്ലാ കാര്യവും നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണ്, പുതിയതായിട്ട് ലേൺ ചെയ്യാണ്. എപ്പോഴും കപ്പ് എന്താ പറയുക ഫുള്ളി എംപ്റ്റി ആയിട്ടിരിക്കണം. അപ്പോൾ വെനെവർ ടൈം നമുക്ക് പുതിയൊരു അറിവ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യാം.
and then after you can sip it. Then keeps it open. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. പ്രത്യേകിച്ചും ഇപ്പം ഈ ഫീൽഡ് നല്ല ഏതൊരു ഫീൽഡാണെങ്കിലും എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. പിന്നെ ബി കൈൻഡ്, ഓക്കെ? ബി കൈൻഡ് ഓൾവേസ്. അതന്നെ, ബി കൈൻഡ്, ഡോണ്ട് ഹേർട്ട് എനിവൺ. കർമ്മ റിയൽ ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതന്നെ, അത് ഇവഞ്ച്വലി നമ്മളുടെ അടുത്തേക്ക് നെഗറ്റീവ് പോയി കഴിഞ്ഞ് നെഗറ്റീവ് വരും. ഇപ്പൊ നമ്മളൊരാൾക്ക് ഒരു ചെറിയൊരു ഫേവർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ, ഒരാൾക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ റാൻഡംലി ആ നന്മ എപ്പോഴെങ്കിലും നമുക്ക് തരില്ല. ഓക്കെ, എൻ്റെ വീഡിയോ എടുത്താണ് ചുമ്മാ ഇത്. ഓക്കെ, സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.